ദോഹ സലാല. സുൽത്താൻ ഖാബൂസ് പള്ളിയിൽ നിന്ന് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് നേരെ പോയത് ഇട്ടിൻ കേവിലോട്ടാണ്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളമില്ല. ഈ താഴെ കാണുന്നതാണ് അയൻ ഖർജീസിൽ പോകുന്ന വാദി. അവിടുന്ന് നേരെ പോയത് അയൻ ഖർജീസിലോട്ടാണ്. അയൻ ഖർജീസിൽ പോകുന്ന വഴി തന്നെ അടിപൊളി വൈബാണ്. ഇവിടുത്തെ സീസണിലെ വീഡിയോ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അയ്യൂബ് നബിയുടെ മക്കാം കാണാനാണ് പിന്നെ പോയത്. പോകുന്ന വഴി കോട മൂടിയിട്ട് നല്ല തണുത്ത കാറ്റാണ്. അവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുത്ത കാറ്റാണ്. അവിടുന്ന് നേരെ അയിന് റസാത്തിലോട്ടാണ് പോയത്. അയിന് സാലിനൂത്ത് വഴിയാണ് പോയത്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കയറിയില്ല. നേരെ അയിന് റസാത്തിലോട്ടാണ് പോയത്. ഇവിടെ അത്യാവശ്യത്തിന് വെള്ളവും പച്ചപ്പൊക്കെ നിറഞ്ഞൊരു ഏരിയ ആണ്. സീസൺ അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ചെറിയ കേവൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. സലാലയിലെ മെയിൻ ബീച്ചായ അൽ ദഹറീസ് ബീച്ചിലോട്ടാണ് പിന്നെ പോയത്. അത്യാവശ്യം നല്ല തിരമാലയുള്ള ഒരു ബീച്ചാണിത്. അതിന്റെ തൊട്ടടുത്താണ് ചേരമാൾ പെരുമാൾ മക്കാമുള്ളത്. അതൊരു തെങ്ങിൻ തോട്ടത്തിലാണ് ഒരു മക്കാം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് നേരെ കോക്കനട്ട് ബീച്ച് വഴി അൽ ബലീദ് ബീച്ചിലോട്ടാണ് പിന്നെ പോയത്. അത്യാവശ്യം ഫോട്ടോഗ്രാഫിക്ക് ഒരു പറ്റിയൊരു ഏരിയ ആണ് ഈ ഒരു ബീച്ച്. പിന്നെയാണ് സലാലയിലെ മെയിൻ അട്രാക്ഷൻ ആയ ഫ്രഷ് ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഈ ഒരു ബീച്ച് സൈഡിൽ. അവിടുന്ന് പോയി അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവിടുന്ന് കുറച്ച് ടേസ്റ്റ് ഒക്കെ നോക്കി നേരെ റൂമിലോട്ടാണ് പിന്നെ പോയത്.